ഹായ് ഓൾ. ഇന്ന് ഞാൻ എങ്ങനെയാണ് ദുപ്പട്ടയിലൊക്കെ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു പാറ്റേൺ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലൊരു കട്ടിയുള്ളൊരു ഷീറ്റ് എടുക്കുക. ഇത് ഞാൻ കത്രികയൊക്കെ വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ഷീറ്റാണ്. അത് കുറച്ച് കട്ടിയുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ അതെടുക്കുക. അതിൽ നമ്മളിങ്ങനെ 1 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തി ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമുക്ക് 1 ഇഞ്ച് തന്നെ വേണമെന്നില്ല, ഒരു 3/4 ഇഞ്ചൊക്കെ ആയാലും മതിയാവും. അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പൊക്കെ നമുക്ക് കിട്ടും. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുത്തതെങ്കിലും പിന്നീട് അതിനൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കുക. ശേഷം നമ്മളൊരു 2 ഇഞ്ച് വിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി അതിനെ ബോക്സായിട്ട് വരച്ചെടുക്കുക. ഇങ്ങനെയാണ് വരച്ചെടുക്കുക. ശേഷം ഈ 2 ഇഞ്ചിൻ്റെ പകുതി നമ്മൾ 1 ഇഞ്ചാണല്ലോ, അപ്പോൾ ആ 1 ഇഞ്ച് നമ്മൾ മുകളിൽ വരച്ച ലൈനിലൊന്ന് അടയാളപ്പെടുത്തുക. നമ്മൾ താഴെ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് അല്ലെങ്കിൽ നടുക്കായിട്ട് നമ്മളിതൊന്ന് മറ്റു ലൈനിൽ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിലോട്ട് മുട്ടിച്ചാണ് നമ്മൾ കർവ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോയിൻ്റ് അടയാളപ്പെടുത്തിയത്. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടില്ലേ, കുറച്ച് മുകൾ ഭാഗം കുറച്ച് ഉന്തിയതുപോലെ ഒന്ന് തള്ളി നിൽക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 3/4 ഇഞ്ച് എടുത്താൽ മതിയാവുമെന്ന് പറഞ്ഞത്. പിന്നെ ഇതുപോലെ വലിയൊരു സ്കാലപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു അളവിന് എടുത്താൽ മതി. അപ്പോൾ എനിക്ക് അത്ര ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഇത് വേണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് ഷേപ്പ് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് താഴ്ത്തി ഷേപ്പ് ഒരു 1/4 ഇഞ്ച് താഴ്ത്തി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിലോട്ട് ഇതൊന്ന് വെച്ച് ഒന്ന് വരച്ചെടുക്കാം. ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കാതെ പോകുന്നൊരു തുണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ദുപ്പട്ടയുടെ 3 സൈഡിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 സൈഡിലും ഇതൊന്ന് വെച്ച് കൊടുത്ത് വരച്ചെടുക്കുകയാണ്. ശേഷം ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വരച്ച ഫുള്ളിൽ നമുക്കിതുപോലെ പേപ്പർ വെച്ച് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഏതാണ് പേപ്പർ ഉള്ളത് ആ പേപ്പർ വെച്ചാൽ മതിയാവും. പിന്നെ നമ്മുടെ പേപ്പർ സ്റ്റിഫ് ഉണ്ടല്ലോ, കട്ടി കുറഞ്ഞ സ്റ്റിഫ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് വെച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സെലക്ടർ സീൽ വയ്ക്കുക, ലെങ്ത് 0-ൽ വയ്ക്കുക, അതുപോലെ ടെൻഷനും 0-ൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് പതുക്കെ ആയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, എന്നാലേ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ എൻഡ് ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഫോട്ട് പൊക്കി വീണ്ടും ഒന്നും കൂടെ വളച്ചെടുക്കുക. ഇതുപോലെ നിർത്തിയിട്ട് ഫോട്ടൊന്ന് പൊക്കി തുണി ഒന്ന് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതൊക്കെ നിർത്തി വേണം ഇത് ചെയ്യാൻ. സ്ലോയിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ചെറിയ കത്രിക എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ കുറച്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം ബാക്കി ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ തുണിയൊക്കെ നമുക്കിതുപോലൊരു മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ സൈഡിലൊന്ന് കാണിച്ചൊന്ന് ഉരുക്കി അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സോൾഡറിങ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സും വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കത്തിക യൂസ് ചെയ്ത് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ മെഴുകുതിരി കാണിച്ച് അതിന് ഷേപ്പ് ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് അതൊന്ന് വെച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നതിൻ്റെയും വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണണേ.
അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു.